നമ്മളൊരു യാത്ര പോവാണ്. 2 ഫാമിലി, എൻ്റെ ഫാമിലിയും പ്രവീൺ റാമിൻ്റെ ഫാമിലി. 2 ഫാമിലിയും ചേർന്ന് നമ്മൾ റാസൽ ഖൈമയിൽ നിന്നും ബോംബെ എയർപോർട്ട്, മുംബൈ എയർപോർട്ടിൽ നിന്നും ഡൽഹി എയർപോർട്ട്, ഡൽഹി എയർപോർട്ടിൽ നിന്നും നമ്മൾ നേരെ ഷിംല, കസോൾ, കുളു, മണാലി, അങ്ങനെ ഒരു വൺ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൊത്തം 8-9 ദിവസത്തെ പരിപാടിയാണ്. അതായത് 8 നൈറ്റും 9 ഡേയും ചേർന്നിട്ടുള്ള ഒരു ട്രിപ്പാണ്. ഇപ്പോൾ നമ്മളുള്ളത് മുംബൈ എയർപോർട്ടിലാണ്. മുംബൈ എയർപോർട്ടിൽ നിന്നും നമുക്ക് നേരെ പോവേണ്ടത് ഡൽഹി എയർപോർട്ടിലേക്കാണ്. ഡൽഹി എയർപോർട്ടിൽ നിന്നും നമ്മളെ കാത്തിരിക്കുന്ന ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിലാണ് നമ്മൾ ഹരിയാന വഴി, അതായത് നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി വന്നു ഡൽഹിയിൽ നിന്നും നമ്മൾ ഹരിയാന ടച്ച് ചെയ്യണം. ഡൽഹി, ബോംബെ മഹാരാഷ്ട്ര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ കവർ ചെയ്താണ് നമ്മൾ പോകുന്നത്. ഡൽഹിയിൽ മാത്രമാണ് ഓട്ടോറിക്ഷ ഉള്ളത് കേട്ടോ. ബോംബെയിൽ ഓട്ടോറിക്ഷ ഞാൻ കാണാറില്ല, കണ്ടിട്ടില്ല. ഡൽഹി ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം കൂടി പോയിട്ടുണ്ട്, ഒരു 10-22 വർഷം മുമ്പ്. ഇതിപ്പോൾ അതിന് ശേഷം വീണ്ടും ഒന്ന് പോയതാണ് ഫാമിലി ആയിട്ട്. അല്ലാതെ നമ്മൾ ബോംബെയിൽ കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത്, നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ ട്രാവലർ ഫുള്ള് നമ്മൾ മാത്രമാണ്, നമ്മളെല്ലാവരും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന കൂടുതലും. തൈര്, ചോറ്, അതുപോലെ തന്നെ നമ്മുടെ ദാല് കറി, അങ്ങനെ അതെല്ലാം ചേർത്ത് നമ്മൾ എങ്ങനെയൊക്കെയല്ലോ കഴിച്ചു, കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് UAE നമ്മൾ അത്യാവശ്യം നോൺ വെജ് ഒക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇത് അവിടെ നിന്ന് ജസ്റ്റ് ഒരു ചായ കുടിക്കാണ്. ഇവിടുന്ന് നെക്സ്റ്റ് നേരെ കയറി പോകുന്നത് നമ്മൾ ഇനി ഹിമാചലിലേക്ക് കയറുകയാണ്. ഹിമാചൽ പ്രദേശിലേക്ക് കയറാറായി. നമ്മൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഹിമാചൽ പ്രദേശ് ഫുള്ള് മലകളാണ്. ഇതാണ് ഹിമാചൽ പ്രദേശിന്റെ ബോർഡർ. ഇവിടെ ടാക്സ് അടച്ചിട്ട് വേണം പോകാനായിട്ട്. ഏതൊരു വണ്ടിയാണെങ്കിലും ഹിമാചൽ പ്രദേശിന്റെ HP എന്നുള്ള വണ്ടി അല്ലാത്ത എല്ലാ വണ്ടികളും അവിടെ ടാക്സ് അടക്കണം എന്നാണ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അതേ അറിയൂ. പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അതാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകണം എന്ന് ഞാൻ എല്ലാവരോടും പറയില്ല. കാരണം നല്ല കഷ്ടപ്പാടാണ് പോകാനായിട്ട്. പോയി അവിടെ ഇതെല്ലാം കണ്ടു വരിക എന്ന് പറയുന്നത് നല്ല ടാസ്ക് ആണെങ്കിലും പോയി തിരിച്ച് UAE എത്തിയതിന് ശേഷം നമുക്ക് മനസ്സിലാവും അതൊരു അടിപൊളി ട്രിപ്പായിരുന്നെന്ന്. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ഷിംല മൊത്തത്തിലൊന്ന് കറങ്ങുക. ഷിംല കറങ്ങിയതിന് ശേഷം നേരെ കസോൾ.